Hello dears, welcome back to my YouTube channel. ഓക്കെ, ഞങ്ങൾ ഇന്ന് ഒരു ഫങ്ഷൻ ഉണ്ട്. എൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ ബാപ്റ്റിസാണ്. സോ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നലെയാണ് എത്തിയത്. വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ എത്തി. ഇന്ന് സാറ്റർഡേ ആണ്, ഫ്രൈഡേ ഞങ്ങൾ വന്നു. സോ ഈ ഒരു പരിപാടിക്കായിട്ട് വന്നതാണ്. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് അസ് ഫോർ ദിസ് ഫങ്ഷൻ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ട് വരാം. ഇനി ഞാൻ റെഡി ആവാൻ പോവാണേ. എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. തനിച്ച് റെഡിയായി. ഫുഡ് കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇച്ച് റെഡിയായി. ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാർ കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു വൈറ്റ്, ശരിക്കും പറഞ്ഞൊരു വൈറ്റ് തീമൊന്നും പിടിച്ചതല്ല, യാദൃശ്ചികമായി എല്ലാവരും വൈറ്റ് ആയിപ്പോയി. വൈറ്റ് ഓഫ് വൈറ്റ്, ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഒരു തീം. ഇതാണ് എൻ്റെ ചുരിദാർ. ഇതാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന ചുടി. ഓക്കെ, വൈറ്റ് ചുടിയോ. നിച്ചുവാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ടുകൾ വരുന്നത്. എനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടമുള്ള പാറ്റേൺ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ലാവൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എനിക്ക് കുറേ പേര്, ചിലരൊക്കെ ഈ ഒരു ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റിനോട് ഭയങ്കര ഒരു ഒബ്സഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വൈറ്റ് ചുരിദാർ, വൈറ്റിൻ്റെ എന്തായിക്കോട്ടെ, വൈറ്റ് കളറിലുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, റെഡിയാവാം. ഇതാണ് മമ്മിയുടെ ചുരിദാർ. ഇതും ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ് സെറ്റായത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാവരും ഏകദേശം ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഇതിൽ വന്നതാണ്. നിച്ചുവിന് കണ്ടോ, നിച്ചു ഒരു വൈറ്റ് ഉടുപ്പ്. അപ്പം ഞങ്ങൾ നിച്ചു മമ്മി ഓൾറെഡി റെഡി ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിച്ചുവാണ് ആദ്യം തന്നെ റെഡി ആയത്. ആൾക്ക് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ്. നേരത്തെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ വാങ്ങിയൊരു പുതിയ കമ്മലാണ് കേട്ടോ. ഇതിന് മാച്ച് ആവുകയാണെങ്കിൽ നമുക്കിതിടാം. ഇങ്ങനെ എടുക്കാം. ഇടാൻ പറ്റണ്ടോ? ഇതാ എങ്ങനെയുണ്ട്? കുറച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീ ഹെയർ കെട്ടി വെക്കണം. എൻ്റെ ഹെയർ കുറച്ച് പ്രശ്നമുള്ള ഹെയർ ആയതുകൊണ്ട്, ഹെയർ മീൻസ് കുറച്ച് എനിക്ക് ഹെയർ ഫാളിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. സോ ഹെയർ ഞാൻ കെട്ടിവെക്കണോ അഴിച്ചിടണോ എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം എൻ്റെ ഹെയർ ഇങ്ങനെ അഴിച്ചിട്ടാൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് അറിയുന്നുണ്ട്. എനിക്ക് നല്ല ഹെയർ ഫാൾ ഉണ്ട് കേട്ടോ. സോ നോക്കാം. ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഞാൻ ഹെയർ കെട്ടിവെച്ചു കേട്ടോ. എനിക്ക് അയച്ചിട്ടിട്ട് അത്ര സുഖം തോന്നിയില്ല. അപ്പം ഞാൻ കെട്ടിവെച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൽ ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഷാള്, പിന്നെ ഈ ഒരു ഇതിനുള്ള എംബ്രോയിഡറി പോലെ ചെയ്തേക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. റെഡിയായി. നമുക്ക് പരിപാടിക്ക് നമുക്ക് പോവാം. ഓക്കെ, ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് പിടിച്ചോളെ. അപ്പോൾ ഞങ്ങൾ
ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്നേ. സോ ഇപ്പം ഞാനൊന്ന് പുറത്തോട്ട്, ഞങ്ങളിതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ കുറച്ച് നേരമായിട്ട് എത്തിയിട്ട്. അപ്പം ഇനി നമ്മളൊന്ന് പുറത്തോട്ട് പോവാണേ. എനിക്കൊന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങളിതാ ഞാനൊന്ന് എനിക്കൊരു ഹെയർ സ്പാ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം കുറച്ചായതുകൊണ്ട് ഒരു 6:30 ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ബിക്കോസ് നാളെ നമ്മൾ സൺഡേ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഇന്ന് ഇവിടെ നിന്ന് ചെയ്തിട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പോയി നോക്കാം. അല്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് എനിക്ക് പെഡിക്യൂർ ചെയ്യുന്നുണ്ട്. പോയിട്ട് വരാം. ഇതിൻ്റെ റേറ്റും നോക്കിയിട്ടല്ലേ ഞാൻ നല്ല നോക്കിയത്. നമ്മളിതാ നാച്ചുറൽസിൽ പോവാണ് കേട്ടോ. പോയി നോക്കാം. ഹെയർ കട്ട് ഇപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഹെയർ കട്ട് കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ഉള്ളൂ. ഈ ബെൻസിൻ്റെ ഈ ഇത് കട്ട് ചെയ്ത് തരാം. ജസ്റ്റ് ഷേപ്പ് ആക്കാം. മിച്ചു പിണങ്ങിയിരിക്കുകയാണ്. മിച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. പക്ഷെ അവൾക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഹെയർ കട്ട് ചെയ്യണം. പക്ഷെ അവളുടെ ഫ്രണ്ടിൽ ബെൻസ് പോലെ കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പറ്റുന്നില്ല. ഇവിടെ വന്നപ്പോണ്ടല്ലോ, ഇവിടെ ഈ നാച്ചുറൽസിൽ എന്തോ അവരുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഓഫറുകളുണ്ട്. അപ്പോൾ ഹെയർ സ്പായ്ക്ക് ഓഫറുണ്ട്, പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ഓഫറുണ്ട്. സോ ഞാൻ ഈ ഹെയർ സ്പാ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം എല്ലാവരും കൂടി ചെയ്യാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പെഡിക്യൂർ ചെയ്യാം. അതെനിക്ക് കുറച്ചായിട്ട് ഞാൻ വിചാരിക്കുന്നു പെഡിക്യൂർ ചെയ്യാമെന്ന്. ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്. ഇതാ എൻ്റെ സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മിച്ചു ഇവിടെ നോക്ക്. മിച്ചു ഓക്കെ. ഇടയ്ക്ക് നമുക്കും ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്യണ്ടേ. സോ ഞാനിതാ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നെയിൽസിനൊക്കെ നല്ലതാ. ചോദിക്കാം. ഞാൻ ഇന്ന് ഹെയർ സ്പാ ചെയ്യുന്നില്ല. സോ ടൈം ഓൾറെഡി ലേറ്റാണ്. എന്തായാലും പെഡിക്യൂറൊക്കെ ചെയ്ത് നെയിൽസൊക്കെ ഒന്ന് സെറ്റാക്കി. സോ നിച്ചുവിൻ്റെ ഹെയർ വാഷ്, നിച്ചുവിന് ഇവിടെ ഇരിക്കരുന്നോ, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. നിച്ചുവിന് ഹെയർ വാഷ് എടുക്കുകയാണ്. ഹെയർ വാഷ് എടുത്തിട്ട് ഈ ബെൻസ് ജസ്റ്റ് കട്ട് ചെയ്യാം. കാരണം ഓൾറെഡി നിച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്തതുകൊണ്ട് ഹെയർ കട്ട് എടുക്കുന്നില്ല. അവർക്ക് എങ്ങനെയായാലും എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് എടുത്തിട്ട് ഈ ബെൻസ് കട്ട് ഒന്ന് റിഡ്യൂസ് ചെയ്യാം. ചെയ്യുന്ന കണ്ടപ്പോൾ നിച്ചുവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായി. എന്തായാലും ഹെയറിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടില്ല, കാരണം നമ്മൾ അധികമായിട്ടുള്ള ഹെയർ കട്ട് എടുത്തിട്ട്. അപ്പം ജസ്റ്റ് ആ ബെൻസിൻ്റെ ആ ഒരു ലെങ്ത്ത് ഒന്ന് റിഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഞങ്ങൾ നമുക്ക് സോ ഞങ്ങൾ ഹെയർ സ്പാ ചെയ്തു, പിന്നെ പെഡിക്യൂർ ചെയ്തു. നിച്ചുവിൻ്റെ ഹെയർ വാഷ് എടുത്തു, പിന്നെ ഫ്രണ്ടിൽ ബെൻസ് ഓക്കെ അത് അതിൻ്റെ ഒരു ലെങ്ത്ത് കുറച്ചു കിട്ടും. അത് കണ്ണിൻ്റെ താഴോട്ട് വന്നുകൊണ്ട് അത് കുറച്ചു. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ ഓഫറൊക്കെ ഉള്ളത് കൊണ്ട്, അതായത് ഇപ്പം നാച്ചുറൽസിൽ ആനിവേഴ്സറി പ്രമാണിച്ച് ഈ ജൂലൈ മന്തിൽ ഓഫറുണ്ട് കുറേ. ഈ ഹെയർ സ്പായ്ക്കും ഹെയർ കട്ടിനൊക്കെ ഓഫറുണ്ട്. സോ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. സോ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. So thank you so much for watching. See you all next vlog. Bye.